അത് ഇന്നും എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. വിഷമിപ്പിക്കുകയല്ല, അന്നതൊരു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് സംഭവം. അങ്ങനെ ബസ് മറിയുകയും ഒരാൾ മരിക്കുകയും ചെയ്തു, ഒരാൾ അടിയിലായി പോയി. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ശരിക്കും വെച്ചാൽ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആദ്യം വിളിക്കുന്ന ലാലേട്ടൻ്റെ അമ്മയാണ്. വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു, സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം എന്ന് ഞാൻ കേൾക്കുന്നു, പക്ഷെ അത് വർക്കൗട്ടായില്ല, വന്നില്ല. അപ്പോൾ ഞാൻ പോയി തിരിച്ചു വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളെ ആരോ ഒരു ആൾ വിളിച്ചിരുന്നു, ഒരു ഡയറക്ടറാണ്, എനിക്ക് ആളെ പേര് കിട്ടുന്നില്ല. കുറേ കാലത്തിന് ശേഷം എന്നോട് മധുപാലാണ് പറയുന്നത്, എന്താ ഈ ഇങ്ങനെ യു സാർ വിളിച്ചിട്ട് എന്താ തിരിച്ചു വിളിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. എല്ലാവരും പറയും മമ്മൂക്ക വളരെ ഭയത്തോടു കൂടി. ഞാൻ ആ ഭയഭക്തി ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സ്നേഹത്തിനെയാണ് എനിക്ക് ആ സ്നേഹമാണ് എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ടുള്ളത്. നമുക്ക് ലാലേട്ടൻ അതിൽ ഭീമനായിട്ട് അഭിനയിക്കുന്നു, ഞാൻ അർജുനായിട്ട് അഭിനയിക്കുന്നു. അർജുനും ബൃഹന്നളയും 2 ക്യാരക്ടർ. അവിടെ ആ ഒരു സെറ്റിൽ വെച്ച് നമുക്കൊരു ഭയങ്കരമായൊരു ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. മിനി സ്ക്രീനിൽ ഒരേ ഒരു സൂപ്പർ താരമേ ഉള്ളൂ, മുകുന്ദൻ മേനോൻ. നമസ്കാരം. മിനി സ്ക്രീനിലെ സൂപ്പർ താരമെന്ന് മുകുന്ദനെ വിശേഷിപ്പിച്ചത് മമ്മൂക്കയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ അംഗീകാരമായിട്ട് ഞങ്ങൾ സാധാരണ ആളുകൾക്ക് തോന്നുന്നുണ്ട്. മമ്മൂക്ക ശരിക്കും അങ്ങനെയല്ല വിശേഷിപ്പിച്ചത്. മമ്മൂക്ക എന്ന് വെച്ചാൽ ജ്വാലയുടെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ചെറിയൊരു ഫംഗ്ഷൻ നമ്മുടെ മ്യൂസിയം ഹാളിൽ വെച്ചിട്ടായിരുന്നു ഇവിടെ ട്രിവാൻഡ്രത്ത്. അപ്പം അങ്ങനെ എല്ലാവരെയും അദ്ദേഹം മേണുചേട്ടൻ ഉണ്ടായിരുന്നു, മാറേട്ടൻ, അങ്ങനെ എല്ലാ ആൾക്കാരെയും പറഞ്ഞു. അവസാനം അതിലെ ഹീറോ ക്യാരക്ടർ ചെയ്യുന്ന എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ മുകുന്ദനെക്കുറിച്ച് പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, മിനി സ്ക്രീനിലെ മോഹൻലാലല്ലേ ആണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ നമുക്കൊരു ഭയങ്കര അംഗീകാരമല്ലേ അതൊക്കെ. കാരണം ഒരു മഹാനടനായിട്ട് നമ്മുടെ ആ പേരുകൾ ചേർത്ത് നമ്മളെ ഒന്ന് ഘടിപ്പിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അത് ഏതെങ്കിലും ഒരാളല്ലല്ലോ പറയുന്നത്, സാക്ഷാൽ മമ്മൂക്കയാണ്. അപ്പോൾ നമുക്ക് അതൊരു ഭയങ്കര സന്തോഷമുള്ള, എനിക്കതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള മുഹൂർത്തങ്ങളാണ്. കാരണം അന്ന് പക്ഷേ ഈ ഡിജിറ്റൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ പറ്റാതല്ല. ആ വിശേഷണം ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടോ? ആ ഒരു മഹാനടൻ്റെ പേരുമായി നമ്മളെ ചേർത്ത് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതേസമയത്ത് നമ്മളത് ഡിസർവിങ് ആണോ, അങ്ങനെ ഒരു പദത്തിന് അല്ലെങ്കിൽ നമ്മളത് പറയുന്നത് ഡിസർവിങ് ആണോ നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. 25 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ അങ്ങനെ പറയപ്പെടേണ്ട ആളാണോ എന്ന് നമ്മളാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്. മമ്മൂക്കയെ പോലെ ഒരാൾ അങ്ങനെ പറയണമെന്നെങ്കിൽ ഒന്നുമില്ലാതെ എന്തായാലും പറയാൻ നിവർത്തിയില്ല. അല്ല, അത് മമ്മൂക്കയുടെ മൈൻഡിൽ വന്ന കാര്യമല്ലേ. ഇപ്പോൾ ശരിക്കും ഒരു നടനെ സംബന്ധിച്ച് അതങ്ങനെ ഒരു സാധനം കേൾക്കുമ്പോൾ നമുക്കൊരു ശരിക്കും ഒരു ട്രഷർ കിട്ടിയ ഒരു അവസ്ഥയാണ്. മമ്മൂക്ക ആദ്യമായിട്ടൊരു സിനിമ, ഒരു സീരിയൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുമ്പോൾ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആനന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് അടുത്ത് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്ന ആരെ വേണമെങ്കിലും സിനിമയിലുള്ള ആൾക്കാർ. അല്ല, സിനിമയിൽ ആരും ഓടി വന്ന് അഭിനയിക്കും. കാരണം വെച്ചാൽ മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ സീരിയലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ, അല്ലെങ്കിൽ വേറൊരു സീരിയലല്ല, ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. അപ്പോൾ തീർച്ചയായും അത് നമ്മളെ അതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുക, ആ കാസ്റ്റിംഗ് അദ്ദേഹം അംഗീകരിക്കുക എന്നൊക്കെ ഉള്ളത് വലിയ കാര്യമാണ്. ഈ ജ്വാലയായുടെ ഫംഗ്ഷനിൽ വെച്ചാണോ ആദ്യമായിട്ട് അതിനെ കാണുന്നത്? അല്ല, മമ്മൂക്കനെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് കൂടെ 2 പ്രോജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. പൊന്തന്മാടയും ചെയ്തിട്ടുണ്ട്, സൈന്യവും ചെയ്തിട്ടുണ്ട്. പൊന്തന്മാടയൊക്കെ ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്കൊരു കുറച്ചും കൂടി നല്ല ഇൻറ്റിമസി ഉണ്ടായിട്ടുണ്ട്. മമ്മൂക്കയുടെ മനസ്സെന്താ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എല്ലാവരും പറയും മമ്മൂക്ക വളരെ ഭയത്തോടു കൂടി. ഞാൻ ആ ഭയഭക്തി ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സ്നേഹത്തിനെയാണ് എനിക്ക് ആ സ്നേഹമാണ് എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ടുള്ളത്. നമുക്ക് നീ എന്താ ഇവിടെ വരുന്നു ചോദിക്കുമ്പോൾ ഒരു വലിയേട്ടൻ, നമ്മുടെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ അധികാരമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യപ്പെടാൻ അധികാരമുള്ള ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ ആ വാത്സല്യമാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ടിൽ എനിക്ക് മമ്മൂക്കയെ അതായത് മമ്മൂക്കയുടെ അടുക്കാൻ തോന്നിയിട്ടുള്ളൊരു ഘടകം അതാണ് മെയിനായിട്ടുള്ളത്. രണ്ടാമത്തത്
അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മൾ ഭയങ്കര കെയറിങ് ആണ്. ശരിക്ക് ഈ പുറത്തുള്ള ആളുകൾക്ക് കാണുന്ന ഒരു പിക്ചർ അല്ല ശരിക്കും. അദ്ദേഹം വളരെ സോഫ്റ്റായിട്ടുള്ള, വളരെ അതായത് പുറത്ത് ഭയങ്കര കുറച്ച് ചില ആൾക്കാർക്ക്, അറിയാത്ത ആൾക്കാർക്ക് അദ്ദേഹം പരുക്കനാണെന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. ഇതാണ് എൻ്റെ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്. മെഗാ സീരിയലിലെ മോഹൻലാൽ എന്ന വിശേഷണം വരികയാണെങ്കിലും പക്ഷേ അദ്ദേഹത്തോടൊപ്പം അങ്ങനെ സിനിമയിൽ അഭിനയിച്ചില്ല. ഒരു സിനിമയെ മറ്റുമാണ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ലാലേട്ടനോടൊപ്പം സിനിമകൾ അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആദ്യത്തെ സിനിമ തന്നെ അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു, പവിത്രം എന്ന് പറഞ്ഞ സിനിമ. പിന്നെ അല്ലാതെ കോളേജ് കുമാരൻ ചെയ്തു. പിന്നെ അല്ലാതെ വേറെ പടങ്ങൾ, മിസ്റ്റർ ഫ്രോഡ്, അങ്ങനെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് കൂടുതൽ അടുത്തൊരു ബന്ധം ഉണ്ടാവാൻ പറ്റുന്നത് ഞാൻ ഛായാമുഖി എന്ന് പറഞ്ഞൊരു നാടകം പ്രശാന്ത് നാരായണൻ ആ നാടകത്തിൽ ഏറ്റവും നല്ലൊരു വേഷം. അത് വെച്ചാൽ ലാലേട്ടൻ അതിൽ ഭീമനായിട്ട് അഭിനയിക്കുന്നു, ഞാൻ അർജുനായിട്ട് അഭിനയിക്കുന്നു. അർജുനും ബൃഹന്നളിയും 2 ക്യാരക്ടർ. അപ്പോൾ അവിടെ ആ ഒരു സെറ്റിൽ വെച്ച് നമുക്കൊരു ഭയങ്കരമായൊരു ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട് ലാലേട്ടനായിട്ട്, തീർച്ചയായും. കാരണം അത് നമുക്ക് എത്രയോ സിനിമകൾ ചെയ്താൽ കിട്ടുന്നതിനേക്കാളും ഒരു ആത്മബന്ധം ആ സെറ്റിലൂടെ, അത് കാരണം അത് ആ തിയേറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവമാണല്ലോ നമുക്ക്. Our unique blend of authentic healing therapies offers a transformative journey. Rejuvenate your body, calm your mind, and immerse in pure wellness. അല്ല, ആ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. എനിക്ക് ഞാൻ അവിടെ റിഹേഴ്സലിനൊക്കെ വന്നതാണ്. എനിക്ക് തോന്നുന്ന എറണാകുളത്തൊരു ആശ്രമത്തിലായിരുന്നു റിഹേഴ്സലിനൊക്കെ വന്നത്. ഒരുപാട് യാത്രകൾ നിങ്ങൾ ചെയ്തിരുന്നു. കൊല്ലത്ത് പ്രോഗ്രാം ചെയ്തിരുന്നു, കോഴിക്കോട് ചെയ്തിരുന്നു, ബാംഗ്ലൂർ ചെയ്തിരുന്നു. അവിടെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ബാംഗ്ലൂരിലാണ് വെച്ചിട്ട് വരുന്ന വഴിക്കാണ് ആക്സിഡന്റ് ഉണ്ടായത്. ആ ബസ്സിലുണ്ടായിരുന്നല്ലേ? ആ ബസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും ഞാൻ കാറിൽ പോകാൻ ചെയ്തിരുന്നതാണ്. കാരണം വെച്ചാൽ കാറിൽ പോകാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. കാരണം ബാംഗ്ലൂരിലേക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പോയി കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കാറെടുത്താണ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് അതിൻ്റെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ മാനേജറായുള്ള ഇടവേള ബാബുവാണ് പറഞ്ഞത്, എന്തിനാ ഒന്നും കാർ പോകണം, നമ്മളൊരു വോൾവോ ഹയർ ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ ഹയർ ചെയ്തിരിക്കുകയാണ് ഒരു വോൾവോ ബസ്സായിട്ട് തന്നെ, അല്ലാതെ നമ്മൾ അതിലിടെ കയറുകയല്ല. അപ്പോൾ അതിലാകെ 10-30 പേരേ ഉള്ളൂ, നമുക്ക് 44 സീറ്റുണ്ട്, കിടന്നുറങ്ങി പോകാം, എന്തിനാ വെറുതെ പോകണമെന്ന് വെച്ചപ്പോൾ ശരി അങ്ങനെ പോയി. അപ്പോൾ അത് നല്ല യാത്ര ചെയ്യുന്ന സന്തോഷമായിരുന്നു. പക്ഷേ ആ യാത്രയ്ക്കിടയിൽ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ സംഭവിക്കേണ്ടതാണ്, അത്രേ പറയാനുള്ളൂ. ആ ഭയങ്കര വിജയമായിരുന്നു അവിടെ ഈ ബാംഗ്ലൂർ ഷോ. ഏതാണ്ട് ഉദ്ദേശം 6000 പേരൊക്കെ കണ്ടിട്ടുണ്ട് അന്നത്തെ. അപ്പം തന്നെ ഞങ്ങൾക്ക് കുറേ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ അപ്പം തന്നെ ബുക്കിംഗ് വന്നതാണ്. 12 എണ്ണമൊക്കെ അന്ന് ആ ഓണ സമയത്ത് ബുക്കിംഗ് ഒക്കെ ആയതാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ വെച്ചാൽ നമ്മുടെ ഈ ഡ്രൈവർ അദ്ദേഹം ഈ ഉത്സാഹ കമ്മിറ്റിയായിട്ട് ലാലേട്ടനെയൊക്കെ കണ്ടതിൻ്റെ, അപ്പോൾ ഈ അവിടെ ഞങ്ങളുടെ ഈ റിഹേഴ്സൽ തലേദിവസത്തിൽ പുള്ളിയും അവിടെ ഉറക്കമൊഴിച്ചിരുന്നു, നമ്മൾ അറിഞ്ഞില്ല അത്. അപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് സംഭവം. അങ്ങനെ ബസ് മറിയുകയും, ആദ്യമായിട്ടാണ് ഒരു വോൾവോ ബസ് മറിയുന്നത്. ഒരാൾ മരിക്കുകയും ചെയ്തു, ഒരാൾ അടിയിലായി പോയി. എനിക്കും നല്ല പരിക്കുണ്ടായിരുന്ന സമയത്ത് 8 വാരിയല് പൊട്ടി. ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ അത് പബ്ലിസിറ്റി കൊടുത്തില്ല. 8 പൊട്ടി, ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നു. പിന്നെ നല്ല സഹനശക്തിയുള്ള ഒരാളാണെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എന്നെ ആരും കുറേ നേരത്തേക്ക് നോക്കിയൊന്നുമില്ല. കാരണം പുറത്തേക്ക് ഇഞ്ചുറി ഇല്ല. ഞാൻ നല്ല വേദന പറയുന്നുണ്ട്, പക്ഷെ അതി വലിയ വേദനയായിട്ട് ഞാൻ മുറവിളി കൂട്ടുന്നില്ലാത്തതുകൊണ്ടാണ് നോക്കാൻ ലേറ്റായി ഡോക്ടേഴ്സ്. ഇവിടെ എല്ലാം നമ്മുടെ എപ്പോഴും ഈ പുറമേയുള്ള ഇഞ്ചുറിയാണ് ആദ്യം നോക്കുന്നത്. അകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് വരാൻ സാധ്യതയുള്ള പോലെ ആയിരുന്നു. കാരണം കുത്തി കയറിയിട്ട് നിൽക്കുന്ന പോലെ ആയിരുന്നു പിന്നീട് അറിഞ്ഞത്. പക്ഷേ രക്ഷപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ആ നാടകം അധികം തുടരാൻ പറ്റിയില്ല. ഞങ്ങൾ കോഴിക്കോട് എറണാകുളം മാത്രം കളിച്ച് പിന്നെ നിർത്തി, നമ്മളൊരു ഫിനിഷ് ചെയ്ത്. അപ്പോൾ ആ റിഹേഴ്സൽ ക്യാമ്പുകളിലൊക്കെ ഞങ്ങളോടൊപ്പം ഞങ്ങളിലൊരാളായി അദ്ദേഹം ഭയങ്കര, അതായത് അദ്ദേഹം അറിയാലോ ഡൗൺ ടു എർത്താണ് ഭയങ്കര. അപ്പോൾ നമ്മൾക്ക് പക്ഷേ നമ്മുടെ കൂടെ നമുക്കൊരു ലാലേട്ടൻ വരുന്നു എന്നുള്ളൊരു ടെൻഷൻ നമ്മളിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പക്ഷേ ആ ടെൻഷനൊക്കെ ദൂരീകരിക്കുന്ന രീതിയിലായിരുന്നു പെരുമാറിയിരുന്നു എല്ലാ ആളുകളോടും. ഈ ആക്സിഡന്റിന് ശേഷം വിളിച്ചിരുന്നു തോന്നുന്നല്ലേ? ഓരോരുത്തരെയും വിളിച്ചിരുന്നു. പിന്നെ ലാലേട്ടൻ വിളിച്ചിരുന്നു, ലാലേട്ടൻ്റെ അമ്മ വിളിച്ചിരുന്നു. എന്നെ അമ്മ ഭയങ്കര ഇഷ്ടമുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീരിയൽ നടന്മാരിൽ ഒരാളാണ് അല്ലേ അമ്മ? ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ശരിക്കും ഇവരെ വെച്ചാൽ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആദ്യം വിളിക്കുന്നത് ലാലേട്ടൻ്റെ അമ്മയാണ്. ഇങ്ങനെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതായത് നമ്മൾ ആ ഒരു പ്രത്യേകിച്ച് നാടകം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭയങ്കര കൂട്ടായ്മയാണ്. അതിൽ ഈ വലിപ്പച്ചെറുപ്പങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു ഒന്നിച്ച് എല്ലാവരും കൂടി, ഒരാൾ തെറ്റിച്ചാൽ പ്രശ്നമാവില്ല. ഇത് നമുക്ക് റീടേക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. സോ നമ്മളെല്ലാവരും ഭയങ്കര ഇൻറ്റിമസിയോട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഇൻറ്റിമസി
നമുക്ക് അങ്ങനെ ഒരു സൗഹൃദത്തിൽ അങ്ങനെ ഒരു സാധനം വന്നതോടുകൂടി നമുക്കൊരു എത്രയോ സിനിമകൾ ചെയ്തൊരു ഇൻറ്റിമസിയാണ് അദ്ദേഹമായിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ ആ പ്രശാന്ത് നാരായണൻ ഓർക്കണം. അദ്ദേഹം തീർച്ചയായും അല്ലേ? തീർച്ചയായും. അതെ അതെ. അദ്ദേഹം അടുത്തിടെയാണ് ഓർമ്മയായത്. പ്രശാന്തിനെ ഒന്ന് ഓർക്കുന്നു. പ്രശാന്ത് എന്ന് വെച്ചാൽ വളരെ ശരിക്കും പറയാച്ചാൽ വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു പ്രതിഭയായിരുന്നു. ശരിക്കും ലാലേട്ടൻ്റെയൊക്കെ വാക്കുകൾ പറഞ്ഞ ലാലേട്ടൻ പറഞ്ഞത് എത്രയോ കാലഘട്ടത്തിന് ശേഷം ഞാൻ കണ്ട ഒരു ജീനിയസ് എന്നാണ് പുള്ളി പറഞ്ഞത്. എത്രയോ കാലഘട്ടത്തിന് ശേഷം. അപ്പോൾ ലാലേട്ടൻ അങ്ങനെ അദ്ദേഹത്തിന് വിശേഷിപ്പിക്കണമെങ്കിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞാൽ ലാലേട്ടൻ നമ്മളോട് പറഞ്ഞല്ല, വേറെ പ്രശസ്തരായ ആളുകളോട് സദസ്സുകളിൽ പറഞ്ഞതാണ്. ഞാനത് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. തുടങ്ങിയപ്പം പറഞ്ഞു സീരിയലിലെ ഒരു സൂപ്പർ സ്റ്റാർ. അല്ല, ആ വിശേഷണത്തിൽ ഞാൻ ആ വിശേഷണം അങ്ങനെ പറയുന്നെങ്കിലും കേൾക്കുമ്പോൾ ഒരു കുളിർമയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. ഞാൻ ഡെയിലി പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇത്, ടെലിവിഷൻ ഇൻഡസ്ട്രി. സിനിമ പോലെയല്ല, ടെലിവിഷനിൽ ആർക്കും വരാം, ഫ്രീ എൻട്രി പോലെയാണ്. അങ്ങനെ എപ്പോൾ വേണമെങ്കിൽ വന്നുകൊണ്ടിരിക്കും. ഗ്രീൻ കാർഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയിൽ 37 വർഷത്തോളം നിൽക്കാൻ പ്രേക്ഷകരെന്നെ നിർത്തി. അവിടെയാണ് ആ പ്രേക്ഷക പ്രീതി നമുക്കുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതാണ് ശരിക്കും എന്നെ സംബന്ധിച്ച് ജനകീയതയാണ് ഞാൻ മറ്റൊരു ഒറ്റ വാക്കിൽ പ്രയോഗിക്കുന്നതാണ്. പക്ഷെ ഞാൻ ആ വാക്കിന് അർഹനാണ് എന്നൊന്നും ഞാൻ പറയില്ല. നല്ലൊരു കാര്യമുണ്ട്. നല്ല ഇന്നും ഈ നിമിഷവും ഇന്നും ഒരു മാസത്തിൽ 2 മെഗാ സീരിയലിൻ്റെ ഭാഗമാണ്. ഒന്ന് KK രാജീവിൻ്റെ, ജോയ്സിയുടെ ഏറ്റവും 2 സീരിയലിൽ 2 ഇടങ്ങളിലായിട്ട് ഓടി നടക്കുകയാണ്. നമ്മൾ അഭിമുഖത്തിന് പലപ്പോഴും സമീപിക്കുമ്പോഴും ഈ തിരക്കുകളുടെ ഒരു പറഞ്ഞ് പലപ്പോഴും മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോഴും ഈ സജീവമായിട്ട് നിൽക്കുമ്പോഴും ഇങ്ങനെ ഓടി തളർന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴും ഇടയ്ക്കൊരു മടുപ്പ്, ഇത് വേണ്ടായിരുന്നു, അങ്ങനെ മടുപ്പ് തുടങ്ങിയോ? ഒരിക്കലും ഇല്ല. കാരണം ഞാൻ എപ്പോഴും തിരക്കുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും തിരക്ക് ഞാൻ ആസ്വദിച്ചത് ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഡ്രാമ സ്കൂളിലെ ലാസ്റ്റ് ഞങ്ങളുടെ പരീക്ഷയുണ്ട്. അതൊരു തിയേറ്റർ പ്രൊഡക്ഷനാണ് പരീക്ഷ. അതിപ്പോൾ ഞാൻ ഇപ്പോൾ ആക്ടിങ് ഓപ്ഷൻ ഞാൻ അവിടെ 3 വർഷത്തെ കോഴ്സാണ്. അത് 1.5 വർഷം കഴിയുമ്പോൾ നമുക്ക് ഏതിലെങ്കിലും ഓപ്ഷൻ എടുക്കണം. അതുവരെ എല്ലാം പഠിക്കണം, മേക്കപ്പ് എല്ലാം പഠിക്കണം, ഡയറക്ഷനും എല്ലാം പഠിച്ച് നമ്മൾ ഒന്നിലേക്ക് ഈ MBBS മറ്റേ ഇത് പറഞ്ഞ പോലെ സ്പെഷ്യലൈസേഷൻ, അങ്ങനെ ആക്ടിങ് സ്പെഷ്യലൈസേഷനുള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ ഞങ്ങൾ ആ ബാച്ചിൽ 4 ആക്ടേഴ്സേ ഉള്ളൂ ശരിക്കും. അപ്പോൾ ഇവർ അതിൽ 9 ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ 9 ഡയറക്ടേഴ്സിന് ഇവരെ വേണം. അപ്പോൾ ഇവരുടെ എല്ലാ ആ 9 പ്ലേയിൽ ഞാൻ 8 പ്ലേയിലും ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും എന്നെ പല പ്ലേയിലും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഷെഡ്യൂൾ രാവിലെ 4 മണി തൊട്ട് തുടങ്ങുകയാണ്, രാത്രി 10 മണി വരെ നാടകം ചെയ്ത് തന്നെ, അതും വ്യത്യസ്ത റോളുകൾ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, അവിടുന്ന് പഠിച്ചിറങ്ങി, ഇതൊക്കെ നമുക്ക് വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്. ജീവിതത്തിൽ ഇങ്ങനെ നല്ല തിരക്കായിരുന്നെങ്കിൽ നമ്മളെപ്പോഴും അഭിനേതാവ് എന്ന നിലയ്ക്ക് വളരെയധികം എപ്പോഴും തിരക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത്ര സന്തോഷമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അന്ന്. അതൊരിക്കലും ഞാൻ വരുമെന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിച്ചൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെ എത്ര 24 hours ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. നമ്മളെ ബോഡി തളരുന്നതിനനുസരിച്ച്, നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചിലപ്പോൾ ബോഡി ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കില്ല. അങ്ങനെയുള്ള ഒഴിച്ചാൽ ഞാൻ എപ്പോഴും അത് ആസ്വദിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും മടുപ്പ് വരില്ല. ഈ ജീവിതകാലം മുഴുവൻ ഒരു കലാകാരനായിട്ട് നമുക്ക് നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിക്കുന്ന കാലത്തോളം നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരക്കുള്ള സീരിയൽ ജീവിതം ഒരുപാട് സിനിമാ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും തിരക്കുന്നതിനേക്കാളും ഞാൻ കത്തി നിന്നിരുന്ന, അതായത് എൻ്റെ ഈ ജ്വാലയായ പീരീഡ്, അതായത് ജ്വാലയിലൊക്കെ നമുക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് ദൂരദർശൻ്റെ അതിപ്രസരം, അല്ലെങ്കിൽ ദൂരദർശൻ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ദൂരദർശനിലെ നമ്മളെ കേരളക്കര എന്നല്ല, മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ചാനലാണ്. അതിലെ ഏറ്റവും പ്രൈം സീരിയൽ അതിലെ നായകനാണ്. അതും ഭയങ്കര ഹിറ്റാണ്. ആനന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അത് മീശയൊക്കെ പിരിച്ച് ഭയങ്കര നല്ല ഗാംഭീര്യമുള്ള ഒരു ക്യാരക്ടറാണ്, റൊമാൻറ്റിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ആ ഹൈറ്റിൽ മാക്സിമം വലിയ ഹൈറ്റിലേക്കാണ് പോയത്. എന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോകുമ്പോഴും നമ്മളെ ആൾക്കാർ നമ്മളെ അടുത്ത് കൂടുന്ന ലെവലിലേക്കുള്ളൊരു കാലഘട്ടമായിരുന്നു. കാരണം ഇന്ന് അങ്ങനെ ഇല്ലാതെ പറയാൻ കാരണം ഇന്ന് നിരവധി സാധനങ്ങളുണ്ട്, നിരവധി ആർട്ടിസ്റ്റുകളുണ്ട്, നിരവധി ചാനലുകളുണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അന്ന് ഓപ്ഷൻസ് ഇല്ല. ഇതും കാണണമെങ്കിൽ ഇതേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയുള്ള ഇതാണ് അങ്ങനെ ഒരുപാട്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ല സിനിമകൾ, അന്ന് കുറേ നല്ല സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സിനിമകളായിരുന്നു അന്ന് ഒരുപാട് അവസരങ്ങൾ വന്നു കേട്ടിട്ടുണ്ട്. അല്ല, ഞാൻ അതിലൊരു കുറേ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ആ പറയുന്നത് പലതും ശരിയാണോ എന്നറിയില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ഏറ്റവും അതിൽ വിഷമിക്കുന്ന ഒരു അവസരമുണ്ട് നഷ്ടപ്പെട്ടതിൽ. ബാക്കിയുള്ളത് വിഷമിക്കാത്തതുകൊണ്ടല്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു സാധനം നന്നായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ അതിൽ വിഷമിച്ചെന്താണെന്ന് വെച്ചാൽ
എനിക്ക് ദൂരദർശനിൽ തന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഡ്രാമ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ആൾക്കാർ. അവിടുന്ന് ഒരു ദിവസം തന്നെ വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു, മൂന്തൻ നിന്നെ ആരെയും വിളിച്ചിരുന്നോ, സിനിമ ആരെയും വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. വലിയ ആരും വിളിച്ചില്ല, അത് പറ്റി. അപ്പോൾ ദൂരദർശനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പം പറഞ്ഞല്ല, സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം എന്ന് ഞാൻ കേൾക്കുന്നു, നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ. അപ്പോൾ എനിക്കപ്പോൾ ഞാൻ പൊതുവേ ഞാനിങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആണെങ്കിൽ വരുമല്ലോ. പക്ഷെ അത് വർക്കൗട്ടായില്ല, വന്നില്ല. എന്തുകൊണ്ടാണ് വന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. പിന്നീട് വേറൊരാൾ അറിയുന്നതെന്ന് വെച്ചാൽ അന്ന് എൻ്റെ വേഷം, ഉദ്ദേശിച്ചിരുന്ന വേഷമൊക്കെ ശരി തന്നെയായിരുന്നു അത്രേ. ആണല്ലേ? ഓ ശരി. ഏത് പടമായിരുന്നു അത്? ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. അപ്പോൾ എന്തുകൊണ്ടാണത് മാറിപ്പോയെന്ന് വെച്ചാൽ ഈ ശ്രീനേട്ടൻ അത് എഴുതി വന്നപ്പോൾ അത് അത്ര ആലോചിക്കണം, ഇതിന് നമ്മുടെ ഒരു അവസ്ഥ ആലോചിക്കണം. അതായത് ഇത് ഞാൻ നേരിട്ട് സംസാരിച്ചതല്ല ഇത്, പക്ഷേ എന്നോട് ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ വഴി ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്, ഈ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ സത്യൻ സാർ ഉദ്ദേശിച്ച അത്രയും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, നമുക്ക് മൂന്നിന് നമുക്ക് നല്ലൊരു വേഷത്തിന് പുള്ളിയെ വിളിക്കാം, ഇത് വിളിക്കണ്ട. പക്ഷെ ഞാനത് ചെയ്യാൻ ഭയങ്കര താല്പര്യം. ഞാൻ അറിയണ്ടേ, ഇത് പിന്നീടുള്ള കഥകളാണ്. പിന്നീട് എന്തുകൊണ്ട് ഇത് മിസ്സായി എന്നുള്ള കാര്യമാണ് ഞാൻ അറിയുന്നത്. കാരണം ദൂരദർശനിൽ വന്ന ആ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രോപ്പർ ചാനലിൽ നിന്നാണ്. കാരണം അതൊരു ജ്വാലയായാലും അനന്തന് വരുന്നൊരു ഇൻഫർമേഷൻ പോലെയാണ് വരുന്നത്. അപ്പോൾ അത് വ്യാജമല്ല, കൃത്യമാണ്. പക്ഷേ എനിക്കത് കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അന്ന് അതിനുള്ളൊരു എനിക്ക് അങ്ങനെ ഒരു ഫോൺ നമ്പറോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ സത്യസാറെ കേട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു പിന്നീട്. പക്ഷേ ഇത് ഞാൻ പിന്നെ അറിഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ അത് വേറൊരു വേഷത്തിലേക്ക് എന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, എപ്പോൾ സാറിനെ ഫോണിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ പറയും, സാറിൻ്റെ പടത്തിലൊരു സാധനം ചെയ്യുക എന്നുള്ളൊരു വലിയ എൻ്റെ ഒരു ആഗ്രഹമാണ്, അതുവരെ സാധിച്ചില്ല. വരും, അതിനൊരു സമയം വരും എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. കാത്തിരിപ്പഴും തുടരുന്നു. പിന്നെ ഞാൻ എപ്പോഴും അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നടന്, ഒരു കലാകാരന് ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിച്ച സാധനങ്ങൾ വന്നോളണമെന്നില്ല. നമ്മുടെ ചില സമയമായിട്ട് പറയാം, പല നിമിത്തങ്ങൾ കൊണ്ട് മാറിപ്പോവാം, പല കാര്യങ്ങൾ കൊണ്ട് വരാതിരിക്കാം. അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് വെച്ചിട്ടുള്ളതാണെങ്കിൽ വന്നിരിക്കും. അപ്പോൾ ആ ക്ഷമ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പം ഞാൻ അങ്ങനെ ഒരു ക്ഷമയുള്ളതാണ്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തതിനേക്കാളും വലിയ സാധനങ്ങൾ ഞാൻ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അല്ലേ? അതൊരു പ്രതീക്ഷയാണ്. അത് വലിയതാണ്. പക്ഷേ അതിനൊരു നിമിത്തം എന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം. ചിലത് സംഭവിക്കേണ്ടടുത്ത് ചിലത് സംഭവിച്ചിരിക്കണം എന്നുള്ളത് നിമിത്തമാണ്. അങ്ങനെ ഞാൻ ഒരു നിമിത്തത്തിൻ്റെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. ജൂഡിൻ്റെ പടം മിഖായലിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന പടത്തിലെ സീരിയലിലേക്ക് താങ്കളെയാണ് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. അത് ഇന്നും എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. വിഷമിപ്പിക്കുകയല്ല, അന്ന് അതൊരു മിഖായലിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞാൽ അന്ന് ആ സമയത്ത് അതൊരു ഭയങ്കര സംഭവം, ഭയങ്കര ഒരു ആളുകളിൽ ചലനം ഉണ്ടാക്കിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഞാനന്ന് അനന്തപുരി ഓഡിറ്റോറിയത്തിൽ താമസിക്കുന്ന സമയമാണ്. അന്ന് അവിടെ ലോഡ്ജുകളുണ്ട്, അന്ന് അവിടെ ഇങ്ങനെ റൂംസ് ഉണ്ട്. അപ്പോൾ റൂമിൽ ഇങ്ങനെ താമസിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എല്ലാ വീക്കെൻഡിലും നാഗർകോവിലുള്ള എൻ്റെ ബ്രദർ അവിടെ നാഗർകോവിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബാങ്കിൽ. അപ്പോൾ അവിടെ പോകും എല്ലാ വീക്കെൻഡിലും, സാറ്റർഡേ സൺഡേ പോകും. അപ്പോൾ ഞാനൊരു സാറ്റർഡേ സൺഡേ പോയപ്പോൾ ഇദ്ദേഹം വിളിച്ചത്, ഞാൻ ഫ്രൈഡേ ആണ് പോകുന്നത്. ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചു, ഇങ്ങനെ എന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ ഈ വാച്ചർ ഒരു ഫോണല്ല, അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പോൾ പുള്ളി അവിടെ എഴുതി വെച്ചു, ഇങ്ങനെ എന്ന ആൾ വിളിച്ചിരുന്നു, തിരിച്ച് വിളിക്കാനുള്ള നമ്പറും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ പുള്ളി എവിടെ പോയി എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ വാച്ചർ പറഞ്ഞ അവിടുത്തെ ആ കെയർടേക്കർ, അവിടുത്തെ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ പുറത്ത് പോയിരിക്കാന്നേ പറഞ്ഞുള്ളൂ. നാഗർകോവിൽ പോയതാന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ചിലപ്പോൾ അദ്ദേഹം വീണ്ടും അത് വെച്ചാൽ എന്നാൽ പിന്നെ ഞാൻ പിന്നീട് അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും, എന്തെങ്കിലും വ്യത്യാസം വന്നേനെ. ഇതേ പുറത്ത് പോയിരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയില്ല ഞാൻ എവിടെയാണ് പോയതെന്ന്. അപ്പോൾ ഞാൻ പോയി തിരിച്ചു വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളെ ഒരു ആൾ വിളിച്ചിരുന്നു, ഒരു ഡയറക്ടറാണ്, എനിക്ക് ആളെ പേര് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പല ഡയറക്ടറുമാരെ പേരും പറഞ്ഞു നോക്കി, അതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഒരു വ്യത്യസ്ത പേരുള്ള ഒരാളാണ്. അത്ര പേരെ അയാൾ പറഞ്ഞു, അത്ര ക്ലൂ വരെ തന്നു, പക്ഷേ നമുക്ക് പിടിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു തിരിച്ച് അതെന്താ വെച്ചാൽ ആരോ വിളിച്ചിരുന്നു, ഇത് ഇങ്ങനെ ഈ പിള്ളേർ ഇതിന്ന് എന്തോ ഇത് എന്താ പറയുക എഴുതി വെച്ചിരുന്ന പേപ്പർ കീറി കൊണ്ടുപോയതാണ്. അതുകൊണ്ടാണത് അവിടെ പെട്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല അങ്ങനെ ഒരു സംഭവം. അദ്ദേഹം വിളിച്ചിരുന്നു, തിരിച്ചു വിളിക്കുകയും ചെയ്തില്ല. കുറേ കാലത്തിന് ശേഷം
എന്നോട് മധുബാലാണ് പറയുന്നത്. മധുബാല അന്ന് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയമാണ്, കൂടെ വർക്ക് ചെയ്തിരുന്ന സമയം. മധുബാല പറയണോ, നീ എന്താ ഈ ഇങ്ങനെ ജോസ് സാർ വിളിച്ചിട്ട് എന്താ നീ തിരിച്ച് വിളിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. അപ്പം അങ്ങനെ അല്ല മിഖായിലിൻ്റെ സന്തതികളിനെ, അപ്പോൾ ഈ മിഖായിലിൻ്റെ സന്തതികളിലേക്ക് എന്നെ കാസ്റ്റിങ്ങിലേക്ക് വരുന്നത് പോലും ഞാനൊരു വൺ മാൻ ഷോ ചെയ്തിരുന്നു, ആക്ട് വിത്തൗട്ട് വേർഡ്സ് എന്ന് പറഞ്ഞു. VK പ്രകാശ് അതിനെ ഡയറക്റ്റ് ചെയ്തത് ഒരു വൺ മാൻ ഷോ ആണത്. അത് എറണാകുളത്ത് കളിച്ചപ്പോൾ VF മാത്യൂസ് ഈ പ്രോജക്റ്റ് ഈ പ്ലേ കണ്ടിട്ടുണ്ട്. VF മാത്യൂസിൻ്റെ ഏകാംഗ നാടകം. ഏകാംഗ നാടകം. അപ്പോൾ VF മാത്യൂസാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാനതിലേക്ക് വരികയെന്നുള്ള സംഭവം വന്ന്. പക്ഷേ അതിന് ശേഷം പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കണ്ടു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വേറെ അത് ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ അതിലെനിക്ക് ഞാൻ ചില കാര്യങ്ങൾക്ക് ഞാനൊരു നിമിത്തമായ നിലയിൽ എനിക്കന്നൊരു വിഷമം, ഇത് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നെങ്കിലും എൻ്റെ ആ വിഷമം, എൻ്റെ ആ നിമിത്തം ഒരു വലിയ നടന്, ഒരു മലയാള സിനിമ കണ്ട ഒരു വലിയ നടന്, നമ്മുടെ വലിയ നടൻ നമുക്ക് ലഭിച്ചു, അങ്ങനെ തന്നെ വേണം പറയാൻ. അതായത് ഒരു ഗാംഭീര്യമുള്ള മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു നടനെ കിട്ടിച്ചു. അദ്ദേഹമാണ് ബിജു മേനോൻ. ഒരു പക്ഷേ ആ മിഖായിലിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വേറെ രീതിയിലേക്ക് വേറെ രീതിയിൽ വരാം അദ്ദേഹത്തിന്. പക്ഷേ അതൊരു നിമിത്തം, നമ്മളൊരു നിമിത്തമായി. അതിൽ ചില നിമിത്തങ്ങൾ നമുക്ക് ഇത് പക്ഷേ സന്തോഷമുള്ളൊരു നിമിത്തമാണ്. കാരണം എനിക്ക് അതിൽ അഭിനയിക്കാൻ പറ്റിയില്ല എന്ന് വിഷമമുണ്ടെങ്കിൽ പോലും മലയാള സിനിമയ്ക്ക് നേരത്തെ മലയാള സിനിമയ്ക്ക് ഒരു നല്ല നടനെ ലഭിച്ചു. അതൊരു വലിയ സന്തോഷമാണ്. നമ്മളെ അറിഞ്ഞോ അറിയാതെ നമ്മളെ ഡയറക്റ്റായിട്ട് ഒന്നും നിമിത്തമാവുന്നില്ല. പക്ഷേ നമ്മളെ കിട്ടാത്തതുകൊണ്ടാണല്ലോ അതൊരു ഓഡിഷനിലേക്ക് പോയത്. ഈ സീരിയലിൻ്റെ ഇത്രയൊക്കെ പാരമ്പര്യം നമ്മൾ പേറുമ്പോഴും അടുത്തിടെ സീരിയലുകളെ കുറിച്ചിട്ട് പ്രേംകുമാർ പറഞ്ഞൊരു ഇതുണ്ട്, പല മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെ മലിനമാപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സീരിയലുകളെന്ന്. അത്തരമൊരു വിവാദ പരാമർശം അത് വിഷമാണെന്ന് വരെ തരത്തിലുള്ള തന്നെ വ്യാഖ്യാനങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ പ്രേംകുമാറിനെ പോലെ സീരിയലിൽ നിന്ന് തന്നെ വന്ന ഒരാളുടെ ഒരു പരാമർശങ്ങൾ ഈ രംഗത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് വേദനിപ്പിച്ചിരുന്നത്? അതിൽ വേദനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പ്രേംകുമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച, അല്ലെങ്കിൽ എന്നോടൊപ്പം ഡ്രാമ സ്കൂളിൽ ഞങ്ങൾ ബാച്ച്മേറ്റ്സ് ആയിരുന്ന ഒരു വളരെ അടുത്ത് നല്ല സുഹൃത്താണ്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ഞാൻ പിന്നീട് ഞാനും പ്രേമനും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഡ്രാമ സ്കൂളിൽ ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. കാരണം ഇത് സംസാരിക്കണം, അത് എന്തുകൊണ്ട് പ്രേമൻ അത് പറഞ്ഞു, പ്രേമൻ പണ്ടും ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രേമൻ ടെലിവിഷൻ രംഗത്തെ ടെലിവിഷനിലെ അതായത് അതിൻ്റെ കഥയും അതിൻ്റെ ഉള്ളടക്കത്തെയാണ് പുള്ളി ശരിക്ക് പരാമർശിച്ചത്. അതായത് ഇതൊക്കെ നടക്കുന്നതാണ്, ഇങ്ങനെ ഈ വിഷലിപ്തമായ കഥകൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു കുടുംബ പ്രേക്ഷകരായിട്ട് ആൾക്കാർ കുടുംബത്തോടൊത്ത് ഒന്നിച്ചിരുന്ന് കാണേണ്ട ഒരു സാധനമല്ല ഇത്. മറ്റേത് നമ്മൾ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണമെങ്കിൽ പോയി കണ്ടാൽ മതി. ഇതിങ്ങനെ ഓൺ ചെയ്തിടുമ്പോൾ ഇപ്പോൾ അമ്മയാണ് ഇത് കാണുന്നതെങ്കിൽ മക്കൾ, ചെറിയ കുഞ്ഞുമക്കളും അവിടെ ഉണ്ടെങ്കിൽ അവരും കാണുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷലിപ്തമായ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ എന്തിന് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പണ്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പറഞ്ഞപ്പോൾ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത് കുറച്ച് രീതികൾ മാറി. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ എനിക്കതറിയാം, അത് പുള്ളി ഉദ്ദേശിച്ച കണ്ടൻറ്റിനെയാണ്. അല്ലാതെ നമ്മളൊരു വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുള്ളി പറഞ്ഞതല്ല അത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പുള്ളിയുടെ സ്വതന്ത്രമായ അഭിപ്രായമാണ്. അത് ഓരോരുത്തർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്കത് പറയാം. അല്ല, അങ്ങനെ ഒരു അഭിപ്രായം മൂന്നിനുണ്ട്, അതായത് മാറ്റങ്ങൾ അനിവാര്യമാണ്. അല്ല, മാറ്റങ്ങൾ അപ്പം ഇതിലിപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ വയസ്സ് ശരിക്കും ചില നടന്മാർക്കൊന്നും ഇതിൽ യാതൊരു വിധത്തിലുള്ള റോളില്ല. അതായത് ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു സിനിമ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ആ കഥ ആ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഞാനൊരു സിനിമയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നില്ല, നമുക്ക് വേറൊരു സാധനം ചെയ്യാം അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് ഫുൾ സ്ക്രിപ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു വൺ ലൈൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ കഥാപാത്രത്തെക്കുറിച്ച്. പിന്നീട് തുടർന്ന് പോകുമ്പോൾ ഏതൊക്കെ ട്രാക്കുകൾ വികസിപ്പിക്കണം, ഏതെല്ലാം ട്രാക്കുകൾ ശക്തിപ്പെടുത്തണം തീരുമാനിക്കുന്നത് പലപ്പോഴും ഈ ചാനലിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരാണ് അതിൽ തീരുമാനിക്കുന്നത്. കാരണം അവരാണത് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് അവർ മാറ്റും. ഇപ്പം നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മളതിനിപ്പോൾ എങ്ങനെ നോക്കിക്കാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളൊരു ആക്ടേഴ്സിന് പറയാൻ പറ്റില്ല. മറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇഷ്ടപ്പെടാത്ത ഇപ്പോൾ നേരത്തെ പറഞ്ഞ മലീമസമാകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാക്കുന്ന പ്രോജക്റ്റുകൾ നമ്മളതിനെ തിരസ്കരിക്കുക.